ഹായ് ഫ്രണ്ട്സ്, ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ തേർഡ് ചാപ്റ്റർ ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് തൊഴിൽ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിക്ചർ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. കീർത്തിസ് പാരൻസ് ഗിവ് ഹർ ടോഫീസ് ആസ് എ റിവാർഡ് ഫോർ വാട്ടർ ഇൻ ദ ഗാർഡൻ അറ്റ് ഹോം റെഗുലേർലി. ഇവിടെ കീർത്തിയുടെ മാതാപിതാക്കൾ കീർത്തിക്ക് സമ്മാനമായി ടോഫി നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ടോഫി മിഠായികൾ സമ്മാനമായി നൽകിയത്? ദിവസേന വീട്ടിൽ പൂന്തോട്ടം കൃത്യതയോടെ നനയ്ക്കുന്നതിന് കീർത്തിക്ക് അച്ഛനും അമ്മയും എന്താണ് സമ്മാനം നൽകിയത്? ടോഫീസ്. നെക്സ്റ്റ് പിക്ചറിൽ തേജസ് ഈസ് ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ബൈ ഹിസ് പാരൻസ് ഫോർ ഫോൾഡിംഗ് ദ ക്ലോത്ത്സ് റെഗുലർലി അറ്റ് ഹോം. വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വയ്ക്കുന്നതിന് തേജസിൻ്റെ അച്ഛനും അമ്മയും കഥാപുസ്തകം സമ്മാനമായി നൽകുന്നു. ഹാവ് യു നോട്ടീസ്ഡ് ദ പിക്ചേഴ്സ് ഗിവൺ അബവ്? മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. വാട്ട് ഡിഡ് കീർത്തി ഗെറ്റ് ഫോർ വാട്ടർ ഇൻ ദ ഗാർഡൻ? പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് എന്താണ് ലഭിച്ചത്? അപ്പോൾ അവിടെ നമുക്ക് ടോഫി മിഠായികൾ എന്ന് അവിടെ ഫിൽ ചെയ്യാം. ഹൗ ഡിഡ് തേജസ് പാരൻസ് അപ്രിഷിയേറ്റ് ഹിം ഫോർ ഫോൾഡിംഗ് ക്ലോത്ത്സ്? വീട്ടിലെ തുണികൾ മടക്കി വെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസിനെ അനുമോദിച്ചത്? എങ്ങനെയാണ്? അവന് കഥാപുസ്തകം നൽകിക്കൊണ്ട്, ബൈ പ്രൊവൈഡിങ് സ്റ്റോറി ബുക്സ്. നെക്സ്റ്റ് ടോപ്പിക് ഇൻകം, വരുമാനം. ഒബ്സർവ് ദ ഇമേജസ്, ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ചിത്രത്തിൽ എന്താ കാണുന്നത്? അധ്യാപിക കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട് അല്ലേ? ഫ്രൂട്ട്സും വെജിറ്റബിൾസും വിൽക്കുന്നൊരു ചെറിയൊരു ഷോപ്പ്. പിന്നെ മുതിർന്നവരും കുട്ടികളിരുന്ന് ക്യാരംസ് കളിക്കുന്നുണ്ട്. ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ ഡ്രോ ചെയ്യുന്നുണ്ട്, പടങ്ങൾ വരയ്ക്കുന്നുണ്ട്. പിന്നെന്താ, ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. Hope you have observed the pictures of people involved in different activities. Which are the activities that each one is involved in? വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് നിരീക്ഷിച്ചല്ലോ. ഓരോരുത്തരും ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? നമുക്ക് ഓരോന്നും ഇവിടെ എഴുതി ചേർക്കാം. ട്രേഡ്, കച്ചവടം. ഹെൽത്ത് കെയർ, ആരോഗ്യപരിപാലനം. ടീച്ചിങ്, അധ്യാപനം. ഫുട്ബോൾ, ഡ്രോയിങ്, ക്യാരംസ്. ഇതെല്ലാം ഇവിടെ നമുക്ക് എഴുതി ചേർക്കാം. നെക്സ്റ്റ്, വിച്ച് അമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദ ഫോം ഓഫ് മണി? ഇവയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത്? ഏതെല്ലാമാണ്? ടീച്ചിങ്, അധ്യാപനം. സെക്കൻഡ്, ഹെൽത്ത് കെയർ, ആരോഗ്യപരിപാലനം. തേർഡ്, ട്രേഡ്, കച്ചവടം. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ്? ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത്? ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ്? ഫസ്റ്റ്, ഫുട്ബോൾ, ഡ്രോയിങ്, ക്യാരംസ് അല്ലേ? അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഓരോന്നും പിക്ചർ നോക്കിയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ഇവിടെ എഴുതി ചേർക്കാം. നമ്മളത് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. സം ഓഫ് അവർ ആക്ഷൻസ് ഗെറ്റ് റിവാർഡ്സ് ആൻഡ് സം ഗെറ്റ് ഗിഫ്റ്റ്. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. ഫോർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ടീച്ചിങ്, ട്രേഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ ഇൻഡിവിജ്വൽസ് റിസീവ് മണി ആസ് റിവാർഡ്. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു. ഇൻകം ഈസ് ദ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വേരിയസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ റിവാർഡഡ് വിത്ത് മണി. ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ. കൂട്ടുകാർ ഇതെല്ലാം ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ. റീഡ് ദിസ് പോയം. ഈ കവിത ശ്രദ്ധിക്കാം. ആരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്? NV കൃഷ്ണവാര്യർ. തൊഴിലിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ തൊഴിലിനെക്കുറിച്ചുള്ള ഓരോ വ്യക്തികളുടെയും അഭിപ്രായം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? തൊഴിലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു കവിത തന്നിരിക്കുന്നത്. പഠിപ്പു തീർന്നാൽ. ചോദ്യം, പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകുന്നീ? എന്താണ് ചോദ്യം? പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞാൽ എന്താണ് ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്? ഇതിൽ 4 പേര് അവർ ഉദ്ദേശിക്കുന്ന തൊഴിലിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമൻ എന്താ പറയുന്നത്? കൃഷിക്ക് പോകും ഞാൻ. കൃഷിക്ക് നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിലിന് പോകും ഞാൻ അല്ലേ? കൃഷിപ്പണിയാണ് ഒന്നാമൻ
ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഠിപ്പ് കഴിഞ്ഞാൽ. ഇനി രണ്ടാമൻ എന്താ പറയുന്നത്? പണം മുടക്കി കോടിക്കണക്കിനു കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ, തുള്ളതിൽ നല്ലത് വേറൊന്നുണ്ടാമോ? രണ്ടാമൻ ഏതാണ് സെലക്ട് ചെയ്യുന്ന ജോലി? കച്ചവടം. കച്ചവടത്തേക്കാൾ വലിയ ഒരു നല്ല ജോലി, തൊഴിൽ ഉണ്ടോ എന്നാണ് രണ്ടാമൻ ചിന്തിക്കുന്നത്. മൂന്നാമൻ എന്താ പറയുന്നത്? നാട്ടിലെ ശിക്ഷിതരായലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കുട്ടി മികച്ചൊരു വിദ്യാലയം ആരംഭിച്ചു കൂട്ടി. നാട്ടിലെ ശിക്ഷിതരായലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാനിലയം ആരംഭിച്ചിടും. അല്ലേ? മൂന്നാമൻ പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നാലാമൻ പഠിപ്പു തീർന്ന പട്ടാളത്തിൽ പോയി ചേരും ഞാൻ, പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ. നാലാമന് എന്താകാനാണ് ആഗ്രഹം? പട്ടാളക്കാരൻ. അല്ലേ? അപ്പം ഇതാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അല്ലേ? NB കൃഷ്ണവാര്യറാണ് ഈ കവിത നമുക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ. In this poem, the poet hints at the various types of employment we choose after studies. What are the jobs mentioned in these lines? വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെക്കുറിച്ചാണ് ഈ കവിത ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തെല്ലാം തൊഴിലുകളെക്കുറിച്ചാണ് ഈ വരിയിൽ പറയുന്നത്? എന്തെല്ലാമാണ് നമ്മൾ കണ്ടത്? ഫസ്റ്റ്, അഗ്രികൾച്ചർ, കൃഷി. ട്രേഡിംഗ്, കച്ചവടം. സ്റ്റാർട്ടിങ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്കൂൾസ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഉദ്ദേശം. മിലിറ്ററി സർവീസസ്, മിലിറ്ററി സർവീസസ്, പട്ടാളത്തിലുള്ള ജോലി. ഇതെല്ലാമാണ് നമ്മൾ ആ കവിതയിൽ കണ്ടത്. വാട്ട് എംപ്ലോയ്മെൻറ്റ് ഡു യു വിഷ് ടു ഡു ഇൻ ഫ്യൂച്ചർ? ഭാവിയിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിലേതാണ്? കൂട്ടുകാർ ഡിസ്കസ് ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കാം. ഈസ് ഇറ്റ് ഓൺലി ഫിസിക്കൽ വർക്ക് ദാറ്റ് ഹ്യൂമൻ ഡു? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത്? കായികമായ തൊഴിൽ മാത്രമല്ല മനുഷ്യർ ചെയ്യുന്നത്, അല്ലേ? ഹ്യൂമൻ ഡു ബോത്ത് ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ വർക്ക്. എങ്ങനെയുള്ള തൊഴിലാണ് ചെയ്യാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുക? ശാരീരികപരമായും ഭൗതികപരമായും. ഭൗതികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ഭൗതികപരമായ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള വർക്കും ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി ഫോർ ഇൻകം. Its reward is paid in the form of wages or salary. Employment is the main source of income for individuals. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. നെക്സ്റ്റ് പോയിന്റ്, വേജസ് ആൻഡ് സാലറി, കൂലിയും ശമ്പളവും നമുക്ക് നോക്കാം. വേജസ് ഈസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയി ഫോർ പെർഫോമിംഗ് സർവീസ് അണ്ടർ എ കോൺട്രാക്ട്. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് എന്ത്? കൂലി. വേജസ് ഈസ് ഫിക്സ്ഡ് ഓൺ ഹവർലി ഓർ ഡെയിലി ബേസിസ്. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. ബട്ട് സാലറി ഈസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദ വർക്ക് പെർഫോംഡ് ബൈ ദ എംപ്ലോയീസ് ഓൺ എ മന്ത്ലി ബേസിസ്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് എന്ത്? ശമ്പളം. എന്താണ് കൂലി, എന്താണ് ശമ്പളം എന്ന് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി ദാറ്റ് എൻഗേജ് ഇൻ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? ഇവിടെ നമുക്ക് എഴുതി ചേർക്കാം, അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതാം, അല്ലേ? നിങ്ങൾക്കറിയാലോ, ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഫാദർ, മദർ, ബ്രദർ ഓർ സിസ്റ്റർ. ഓക്കെ. നെക്സ്റ്റ്, ലിസ്റ്റ് ഔട്ട് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തൊഴിലുകൾ പട്ടികപ്പെടുത്തുക. ഇവിടെ മെമ്പേഴ്സ് എംപ്ലോയ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്തു നോക്കാം. മെമ്പേഴ്സിൻ്റെ കോളത്തിൽ നമ്മൾ വീട്ടിലെ മെമ്പേഴ്സ് ഫാദർ, മദർ, ബ്രദർ. എംപ്ലോയ്മെൻറ്റ്, ഫാദറിൻ്റെ ജോലി ബാങ്ക് മാനേജർ, മദർ ടീച്ചർ, ബ്രദർ എൻജിനീയർ. ഇങ്ങനെ നമുക്ക് ഈ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആക്കാം. സോഴ്സ് ഓഫ് ഇൻകം. പീപ്പിൾ അറൗണ്ട് us earn income through different sources. വരുമാന സ്രോതസ്സുകൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെ ആണല്ലോ. ഏതൊക്കെ തൊഴിലുകളാണ് നമുക്ക് വരുമാനം നേടിത്തരുന്നത് നോക്കാം. They get income from agriculture, business, bank, deposit and other assets.
കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ് സച്ച് ഇൻകം ഈസ് കോൾഡ് സോഴ്സ് ഓഫ് ഇൻകം. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത്, അല്ലേ? നമുക്ക് എവിടെ നിന്നാണോ വരുമാനം ലഭിക്കുന്നത്, ഏതെല്ലാം തലങ്ങളിൽ നിന്നാണോ നമുക്ക് വരുമാനം ലഭിക്കുന്നത്, ആ തരത്തിലുള്ള അധ്വാനമോ വസ്തുവകകളോ ആണ് എന്ത് എന്നറിയപ്പെടുന്നത്? വരുമാന സ്രോതസ്സുകൾ, അതായത് സോഴ്സ് ഓഫ് ഇൻകം എന്നറിയപ്പെടുന്നത്, അല്ലേ? കൃഷിയിൽ നിന്നും, ബിസിനസ്സിൽ നിന്നും, അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നും, ആസ്തികൾ എന്നിവയിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കുന്നു? ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, വരുമാനം നേടാൻ സാധിക്കുന്നു. Assets are the financial resources in different forms. Buildings and property are examples of assets. ആസ്തികൾ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അസറ്റ്സ് അതായത് ആസ്തികൾ. അപ്പോൾ ഇവിടെ ആസ്തികൾ എന്തെല്ലാമാണ്? കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവയാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത്. അവയിൽ നിന്നാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്, അല്ലേ? കംപ്ലീറ്റ് ദ ഡയഗ്രാം ഇലസ്ട്രേറ്റിംഗ് ദ വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം. വിവിധ വരുമാന സ്രോതസ്സുകൾ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഡയഗ്രാം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡയഗ്രാം കംപ്ലീറ്റ് ആക്കാം. സോഴ്സ് ഓഫ് ഇൻകം, വരുമാന സ്രോതസ്സുകൾ. നമുക്ക് വരുമാനം ലഭിക്കുന്ന സ്രോതസ്സുകൾ ഇവിടെ എംപ്ലോയ്മെൻറ്റും ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. ബാക്കി മൂന്നും നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. ബിസിനസ്, അല്ലേ? ബിസിനസ്സിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കുന്നു. അഗ്രികൾച്ചർ, കൃഷിയിൽ നിന്നും. നെക്സ്റ്റ് അസറ്റ്സ്, ആസ്തികൾ. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു, ആസ്തികളിൽ നിന്നും നമുക്ക് വരുമാനം ലഭിക്കുന്നു. അപ്പോൾ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ പറഞ്ഞു, വരുമാന സ്രോതസ്സുകൾ. എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, അഗ്രികൾച്ചർ, ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ അസറ്റ്സ്. ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് ഇൻകം ഫ്രം വേരിയസ് സോഴ്സസ് ഗിവൺ ബിലോ. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അപ്പോൾ സോഴ്സ് ഓഫ് ഇൻകം, നെക്സ്റ്റ് ഇൻകം, ഇങ്ങനെ 2 കോളം തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അഗ്രികൾച്ചർ, കൃഷിയിൽ നിന്ന് നമുക്ക് ഇൻകമായി ലഭിക്കുന്നത് ക്രോപ്പ്, വിളകൾ. എംപ്ലോയ്മെൻറ്റ്, തൊഴിലിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? വേജസോ സാലറിയോ ആയിട്ടാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. കൂലിയോ ശമ്പളമോ ആയിട്ടാണ് നമുക്ക് തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനം. ബിസിനസ്സിൽ നിന്ന് നമുക്ക് എന്താണ്? പ്രോഫിറ്റ്, ലാഭം വഴിയാണ് ബിസിനസ്സിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഇൻകം കിട്ടുന്നത്. പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് ഇൻകമായി ലഭിക്കുന്നത് ഇൻട്രസ്റ്റ്. അസറ്റ്സ്, ആസ്തികളിൽ നിന്ന് നമുക്ക് റെൻറ്റോ ലീസോ വാടകയ്ക്കോ പാട്ടമായിട്ടോ ആണ് ഇൻകം ലഭിക്കുന്നത്. ലാസ്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓഹരി നിക്ഷേപങ്ങൾ. പ്രോഫിറ്റ് ഷെയർ ഓർ ഡിവിഡൻറ്റ്, ലാഭവിഹിതമായിട്ടാണ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, വരുമാനം ലഭിക്കുന്നത്. ഓർഗനൈസ് എ ഡിസ്കഷൻ ഇൻ യുവർ ക്ലാസ് റൂം ഓൺ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം ഇൻ യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തിലെ വിവിധ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കൂ. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം. വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും. ജസ്റ്റ് ആസ് ദ സോഴ്സ് ഓഫ് ഇൻകം വിച്ച് ആർ ഡിഫറെൻറ്റ്, ഇൻകം ഫ്രം സച്ച് സോഴ്സസ് ഓൾസോ വാരീസ്. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ഏൺ ഇൻകം ഫ്രം മെനി സോഴ്സസ്. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, എ ഫാമേഴ്സ് പേഴ്സണൽ ഇൻകം ക്യാൻ ബി ഫോംഡ് ദ ഇൻട്രസ്റ്റ് ഇൻഗേഡ് ഫ്രം ബാങ്ക് ഡെപ്പോസിറ്റ്സ്, പ്രോഫിറ്റ് ഫ്രം അഗ്രികൾച്ചറൽ റിലേറ്റഡ് ബിസിനസ്, എക്സെട്ര. ഉദാഹരണത്തിന്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. Thus, a person gets income through employment and other means. ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. ഇങ്ങനെ ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. You have discussed your family's various sources of income, haven't you?
നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിവിധ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് ചർച്ച ചെയ്യുമല്ലോ. Thus, family income is the income received by all the members of a family during a certain period. ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. ഓക്കെ. Observe your surroundings and list out various sources of income and the income from them. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ച് വ്യത്യസ്തമായ വരുമാന സ്രോതസ്സുകളും അവയിൽ നിന്നുള്ള വരുമാനവും പട്ടികപ്പെടുത്തൂ. അതൊരു ആക്ടിവിറ്റിയാണ്, അത് ചെയ്യാം. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് എംപ്ലോയ്മെൻറ്റ്സ്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നമുക്കൊന്ന് നിരീക്ഷിക്കാം. അതിലെന്താണ് ഫസ്റ്റ് പിക്ചറിൽ? ഡോക്ടേഴ്സ് പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നു. നെക്സ്റ്റ് പിക്ചറിൽ ഒരു ഫാമിൽ ഒരാൾ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നെക്സ്റ്റ് പിക്ചറിൽ എന്താ? അധ്യാപകൻ ക്ലാസ് എടുക്കുന്നു. പിന്നൊരു സെയിൽസ്മാൻ സാധനങ്ങൾ വിൽക്കാനായിട്ട് വണ്ടിയിൽ കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് പിക്ചറിൽ ആളുകൾ പാടത്ത് ഞാറുകൾ നടുന്നു. ലാസ്റ്റ് വക്കീൽ അല്ലേ, ഒരു വക്കീലിൻ്റെ വേഷത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഇയാൾ വക്കീലായിട്ട് കോടതിയിൽ വാദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പിക്ചേഴ്സിൽ കണ്ടിട്ടുള്ളത് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ അബവ്. മുകളിലെ പിക്ചർ ശ്രദ്ധിക്കുക. വാട്ട് എംപ്ലോയ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ദ പിക്ചർ. എന്തെല്ലാം തൊഴിലുകളാണ് ആ പിക്ചറിൽ നിങ്ങൾ കണ്ടത്? ഫസ്റ്റ് നമ്മൾ ടീച്ചിങ് കണ്ടു. സെക്കൻഡ്, ഹെൽത്ത് കെയർ, ആരോഗ്യ പരിപാലനം. ഡ്രൈവിംഗ്, ലോയർ, ഫാമിംഗ്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചുള്ള ചില പിക്ചറുകൾ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ്, അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്. കാർഷിക തൊഴിലുകൾ അതുപോലെ തന്നെ കാർഷികേതര തൊഴിലുകൾ. അവ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ഈസ് ദ work done using the natural resources such as cultivation of plants for food and fiber production, animal husbandry and ഫിസിക്കൾച്ചർ എക്സെട്ര. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. അഗ്രികൾച്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. 46.5% of the total workforce in India is engaged in agriculture and related activities. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. All kinds of employments that are not included in agricultural employments can be considered as non-agricultural employments. കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആർ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. ഇവിടെ എന്താ പറയുന്നത്? വ്യവസായ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. Examples of non-agricultural employments include manufacturing of clothes, construction, business, banking, teaching, transportation and work in the factory. കാർഷികേതര തൊഴിലുകൾ ഏതാണ്? കുറച്ച് ഉദാഹരണങ്ങൾ സഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചും ഇവിടെ പറയുന്നത്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ദ അഗ്രികൾച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ? മേക്ക് നോട്ട്സ്. നിങ്ങളുടെ വിദ്യാലയത്തിൽ കാർഷിക ക്ലബിൻ്റെ കീഴിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കുറിപ്പ് തയ്യാറാക്കുക. Complete the table given below by classifying the employments found in your surroundings into agricultural and നോൺ അഗ്രികൾച്ചറൽ. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണുന്ന തൊഴിലുകളെ കാർഷിക തൊഴിലുകളെന്നും കാർഷികേതര തൊഴിലുകളെന്നും തരംതിരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക. ഇവിടെ 2 പട്ടിക തന്നിട്ടുണ്ട് അല്ലേ? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സും. അതിൽ കാർഷിക തൊഴിലുകൾ അതിലെന്താ വരുന്നത്? കൾട്ടിവേഷൻ ഓഫ് റൈസ് അല്ലേ, നെൽകൃഷി. ഫിസിക്കൾച്ചർ
പിസിക്കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യകൃഷി. നെക്സ്റ്റ് നമുക്കിവിടെ എന്തെഴുതാം? പോൾട്രി ഫാം, കോഴി കൃഷി. ബീ കീപ്പിംഗ്, തേനീച്ചകളെ വളർത്താം, തേനീച്ചകളെ വളർത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. കാറ്റിൽ റിയറിങ്, എന്താ കാറ്റിൽ? കന്നുകാലികളെ, അതായത് മൃഗങ്ങളെ വളർത്തി അവരിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അല്ലേ, പാലുൽപ്പന്നങ്ങൾ, ഇതെല്ലാം മൃഗങ്ങളെ വളർത്തുക വഴി കിട്ടുന്ന ഒരു വരുമാനമാണ്. അതുവഴി നമുക്ക് നമ്മളുടെ നിലവാരം മെച്ചപ്പെടുത്താം. ഇനി നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ വരുന്നത് ബിസിനസ് അല്ലേ, ബിസിനസ് ചെയ്യുക വഴി നല്ലൊരു സംരംഭമാണ് ബിസിനസ്. പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട്, അത് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റിലാണ് വരുന്നത്. പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, കെട്ടിട നിർമ്മാണം. ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ അറിയാലോ, ഗതാഗതം. ഹെൽത്ത് കെയർ സർവീസസ് അല്ല, ക്ലിനിക്കുകൾ, ഹോസ്പിറ്റൽസ്, ഇതെല്ലാം ഹെൽത്ത് കെയർ സർവീസസിൽ പെടും. സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിൽ. സിബി's parents run a pickle unit called Star Pickles. They started this employment initiative with the help of the government in a situation where there was no employment of their own, and now it is moving all ahead profitably. Around 10 families are getting employment through this initiative apart from being a source of income for സിബി's family. ഇവിടെ എന്താ പറയുന്നത്? സിബിയുടെ മാതാപിതാക്കൾ ഒരു സ്റ്റാർ പിക്കിൾസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടത്തി വരികയാണ്. സ്വന്തമായി തൊഴിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തുടങ്ങിയ ഈ തൊഴിൽ സംരംഭം ലാഭകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സിബിയുടെ കുടുംബത്തിൻ്റെ വരുമാനമാർഗം എന്നതിനൊപ്പം 10ഓളം കുടുംബങ്ങൾക്ക് ഈ സംരംഭത്തിലൂടെ തൊഴിൽ ലഭിക്കുന്നു. സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് സ്വയം തൊഴിൽ, നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് തൊഴിൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംരംഭത്തിനെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹാവ് യു നോട്ടീസ്ഡ് സച്ച് വെഞ്ചർ ദാറ്റ് ആർ റൺ ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്? കുറിപ്പ് വായിച്ചുവല്ലോ. ഇത്തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ വ്യക്തികൾ ഒറ്റയ്ക്കും കൂട്ടായി നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് മീൻസ് ഏണിംഗ് എ ലിവ്ലിഹുഡ് ത്രൂ ഇൻഡിപെൻഡൻറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി വിത്തൗട്ട് ബീയിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് എനി എംപ്ലോയർ. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് അല്ലേ. വേറെ ഒരാളുടെ കീഴിലല്ലാതെ സ്വയമായിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് നടത്തുന്ന ഒരു പ്രവർത്തനത്തെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം, ചില വീട്ടമ്മമാർ കേക്ക് ഉണ്ടാക്കും, അവർ കേക്ക് ഓർഡർ സ്വീകരിച്ച് അത് വിൽക്കുന്നു. അതുപോലെ തന്നെ എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കി കടകളിൽ കൊണ്ടു വിൽക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്നു. ഇതെല്ലാം സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ പെടുന്ന കാര്യങ്ങളാണ്. സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് ഹാവ് ദെയർ ഓൺ എൻ്റർപ്രൈസസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്യാരി ഔട്ട് ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ എംപ്ലോയി. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു അല്ലേ. ഇപ്പോൾ ഒരു കേക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വയമായി ഏറ്റെടുത്ത് അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും പിന്നെ ആ ഒരു ടൈം മാനേജ്മെൻറ്റും എല്ലാം നമ്മൾ തന്നെ നിർവഹിക്കണം അല്ലേ. ഒരു 10 മണിക്ക് കേക്ക് എത്തിച്ച് കൊടുക്കാമെന്ന് ഏറ്റുകഴിഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ തന്നെ അത് തയ്യാറാക്കി അവിടെ എത്തിച്ചു കൊടുക്കണം. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ സ്വയം തൊഴിലുള്ള ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അല്ലേ. എല്ലാ റെസ്പോൺസിബിലിറ്റിയും റിസ്ക്കും നമ്മളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും. ഇൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻഡിവിജ്വൽസ് മോസ്റ്റ്ലി മാനേജ് ദെയർ എൻ്റർപ്രൈസ് അലോൺ. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. സെൽഫ് എംപ്ലോയിഡ് എൻ്റർപ്രണേഴ്സ് ആർ ദ സോൾ ബെനിഫിഷ്യറീസ് ഓഫ് ദ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. ഇവിടെ എന്താ പറയുന്നത്? അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് അവർ സ്വയമായിരിക്കും. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. Don't you see grocery shops, tailoring shops, bakeries, etc. run by individuals or groups in your area? നിങ്ങളുടെ പ്രദേശത്ത് വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടായോ നടത്തുന്ന പലചരക്ക് കടകൾ, തുന്നൽ കടകൾ, പലഹാരക്കടകൾ തുടങ്ങിയവ കാണാറില്ലേ? These are examples of self-employment venture. ഇതെല്ലാമാണ് സ്വയം തൊഴിൽ സംരംഭത്തിന് ഉദാഹരണങ്ങൾ. Find out some other examples as well. മറ്റു ചില ഉദാഹരണങ്ങൾ കൂടെ കണ്ടെത്തും. Observe the picture given below and write down the types of job they are related to. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് എഴുതി ചേർക്കുക. ഇവിടെ ഫസ്റ്റ്
ഒരാൾ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് അല്ലേ, സീവിങ് എന്ന് എഴുതാം. നെക്സ്റ്റ് പേപ്പർ ബാഗ് മേക്കിംഗ് അല്ലേ, പേപ്പർ കൊണ്ട് ബാഗ് നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൽ. ടേക്കിംഗ് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്നു. മേക്കിംഗ് പിക്കിൾസ്, അച്ചാറ് നിർമ്മാണം. ഓക്കെ, റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയിഡ് എൻ്റർപ്രൈസസ്. സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ സവിശേഷത എഴുതി ചേർക്കാനാണ് പറയുന്നത്. ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽസ് ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. എന്താ ഇവിടെ പറയുന്നത്? മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു. മറ്റുള്ള ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്തുന്നു. നെക്സ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇവിടെ പറയുന്നത് ക്യാരി ഔട്ട് ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ എംപ്ലോയീസ് അല്ലേ. ഇവിടെ നമ്മൾ എഴുതി ചേർത്തതാണ് കേട്ടോ അത്. അതായത് എല്ലാ റെസ്പോൺസിബിലിറ്റീം, സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ സ്വയം തൊഴിലാണ്. അപ്പോൾ അതിലുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആര് തന്നെ ഏറ്റെടുക്കണം? ആ സംരംഭം നടത്തുന്ന ആ വ്യക്തി തന്നെ. ഇൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻഡിവിജ്വൽസ് മോസ്റ്റ്ലി മാനേജ് ദയർ എൻ്റർപ്രൈസ് അലോൺ അല്ലേ. എല്ലാ കാര്യങ്ങളും സംരംഭത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു വ്യക്തി തന്നെയാണ് ഏറ്റെടുത്ത് നടത്തേണ്ടത്. അതും സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇവിടെ നമുക്ക് എഴുതി ചേർക്കാം. സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ദ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ്സ് വേരിയസ് സ്കീംസ് ടു പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ്. അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ചില പദ്ധതികളും അതിൻ്റെ ഗുണഭോക്താക്കളെ കുറിച്ചാണ് ഇവിടെ പട്ടികയിൽ തന്നിരിക്കുന്നത്. നവജീവൻ പ്രോജക്റ്റ്, അത് സീനിയർ സിറ്റിസനുള്ളതാണ്, മുതിർന്ന പൗരന്മാർക്കുള്ളത്. കൈവല്യ, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള പദ്ധതിയാണ്. ശരണ്യ എന്ന പദ്ധതി വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഗിവൺ ബിലോ ആർ ദ എക്സ്പീരിയൻസസ് ഓഫ് സം പീപ്പിൾ ഹു ഹാവ് അച്ചീവ്ഡ് സക്സസ് ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ വലിയ വിജയം നേടിയ ചിലരുടെ അനുഭവങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് വായിച്ചു നോക്കാം. സ്നാക്ക് മാനുഫാക്ചറിങ് സ്റ്റാർട്ടഡ് ഇൻ മേക്ക് ഷിഫ്റ്റ് ഷെഡ് ഓഫ് എ ഹൗസ്. ചായ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അനു ബോൺ ഇൻ എ ഫാമിലി ഓഫ് ഫാമേഴ്സ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്റ്റ് സ്റ്റാർട്ടഡ് ഹെർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചർ അറ്റ് ഹെർ ഓൺ ഹോം. മലപ്പുറം ജില്ലയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച അനു സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചത്. ഷീ മേഡ് നെസസറി ഫെസിലിറ്റീസ് ഇൻ ദ മേക്ക് ഷിഫ്റ്റ് ഷെഡ് ഓഫ് ഹെർ ഹൗസ്. വീട്ടിലെ ചായ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. ആൻഡ് മെയ്ഡ് ആൻഡ് സോൾഡ് കോമൺ സ്നാക്സ്. സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഗ്രാജുവലി ദ ഡിമാൻഡ് ഫോർ ഹെർ പ്രൊഡക്ട്സ് ഇൻക്രീസ്ഡ്. അറ്റ് പ്രസൻറ്റ് അബൌട്ട് 60 types of snacks are manufactured and sold here. Her business has scaled to almost 11 crore rupees a year now. ക്രമേണ ആവശ്യക്കാർ കൂടി വന്നു. ഇന്ന് 60ഓളം ഇനം പലഹാരങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നുണ്ട്. വർഷത്തിൽ 11 കോടിയോളം രൂപയുടെ കച്ചവടമാണ് അനു നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അനുവിൻ്റെ സക്സസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിൽ അനുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ഹോം മേക്കർ ഏണിംഗ് ₹50,000 പെർ മന്ത്. പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്ന വീട്ടമ്മ. സജിത ഈസ് എ സക്സസ്ഫുൾ എൻ്റർപ്രണർ ഹു കൺവേർട്ടഡ് ഹെർ ഹോബി ഓഫ് പെയിൻറ്റിംഗ് ടു എ പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്. പെയിൻറ്റിംഗ് ഹോബിയെ ബിസിനസ് തലത്തിലേക്ക് കൊണ്ടുവന്ന് വിജയം കൊയ്ത സംരംഭകയാണ് ആര്? സജിത. ഹെർ ബിസിനസ് ഈസ് ഫാബ്രിക് പെയിൻറ്റിംഗ്. ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ബിസിനസ്. ഷീ ബ്യൂട്ടിഫുള്ളി പെയിൻറ്റ്സ് ഓൺ സാരീസ്, ഷർട്ട്സ്, ചുരിദാർസ് ആൻഡ് ചിൽഡ്രൻസ് വിയർ. അപ്പോൾ സജിത സാരികളിലും ഷർട്ടുകൾ, ചുരിദാർ, കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയിൽ മനോഹരമായി പെയിൻറ്റിങ് ചെയ്തു കൊടുത്തിരുന്നു. She successfully developed fabric painting from a hobby into a business. അങ്ങനെ സജിതയുടെ ഫാബ്രിക് പെയിൻറ്റിംഗ് ഒരു ഹോബി എന്ന നിലയിൽ നിന്ന് ബിസിനസ് ആക്കി വികസിപ്പിച്ച് വിജയിച്ചു. കറൻ്റ്ലി ഷീ ഏൺസ് ₹50,000 പെർ മന്ത്. ഇപ്പോൾ പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്നു. അപ്പോൾ സജിതയുടെ ഒരു സക്സസ് സ്റ്റോറിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഹാവ് യു നോട്ടീസ്ഡ് ദ എക്സാമ്പിൾസ് ഗിവൺ എബവ്? മുകളിൽ കൊടുത്തിട്ടുള്ള മാതൃകകൾ ശ്രദ്ധിച്ചല്ലോ. ഇഫ് യു ഹാവ് കോൺഫിഡൻസ് ആൻഡ് ദ വാൾ ടു വർക്ക് യു ക്യാൻ എൻഗേജ് ഇൻ വേരിയസ് എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് അച്ചീവ് സക്സസ് ഇൻ ലൈഫ്. അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. എവരി എംപ്ലോയ്മെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഗ്ലോറി. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്.
Everyone has the right to choose the employment of their choice according to their level of education and aptitude. വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. Employment plays an important role in determining the socio-economic progress of a country. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്കുവഹിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. തൊഴിലിനെക്കുറിച്ചും തൊഴിലിൽ നിന്ന് ഓരോരുത്തർക്കും ലഭിക്കുന്ന ആ ഒരു ഇൻകം അതിനെക്കുറിച്ചെല്ലാം വിശദമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൂട്ടുകാർക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഓക്കേ.